അസ്സലാമു അലൈക്കും. അപ്പം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മളൊരു കാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അവിടെ ഏതൊക്കെ രോഗികളാണ് വരുന്നത്, എന്താണ് അവിടെ അസുഖം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കണ്ടു അല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? ഉമ്മയുടെ ദീക്കിന് പനിയായിട്ട് ദീക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ദീക്കിന് പനിയായിട്ട് നമ്മുടെ സായിലബ് കൊണ്ടുവരുന്നതാണ് അല്ലേ. നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കഥകളിലും ദീക്കിൻ്റെ എനിമിയാണ്, ശത്രുവാണ് സായിലബ്. പക്ഷേ നമ്മുടെ ഈ കഥയിലോ നമ്മുടെ ദീക്കിൻ്റെ ഫ്രണ്ടാണ് ആര്? നമ്മുടെ സായിലബ്. അങ്ങനെ സായിലബ് ദീക്കിനെ കൊണ്ടുവന്നു, ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഡോക്ടറെ കാണിച്ചിട്ട് എന്തുണ്ടായി? ദീക്കിനെ ഡോക്ടറൊക്കെ പരിശോധിച്ചു. അങ്ങനെ സഅലബു ബിദീക്കിൻ ഇലാ ത്വബീബി ലിൽ ഫഹ്സി ഫജറ ബൈനഹുമാ ഹിവാറുൻ. നമ്മുടെ തൊബീബിൻ്റെ അടുത്തേക്ക്. ആരാണ് നമ്മുടെ തൊബീബ്? ബബാ അല്ലേ, പാരറ്റാണ് അല്ലേ. ബബാ വന്നിങ്ങനെ ദീക്കിനെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. എന്നിട്ട് എന്തായിരിക്കും നമ്മുടെ ദീക്കും ബബുവും സംസാരിച്ചിട്ടുണ്ടാവുക? എന്തോ കാര്യങ്ങളായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. ഇവർ എന്താണ് സംസാരിച്ചത് എന്ന് എന്ത് ചെയ്യണം? മക്കൾ എനിക്ക് വോയിസ് അയച്ചു തരണം. ഇത് നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. മലയാളത്തിൽ മതി, അറബിയിൽ വേണമെന്നില്ല. പക്ഷേ നിങ്ങൾ തിങ്ക് ചെയ്യുക, എന്തായിരിക്കും നമ്മുടെ ദീക്കിനോട് നമ്മുടെ തൊബീബ് ചോദിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും ദീക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ വോയിസ് എന്ത് ചെയ്യണം മക്കൾ? മിസ്സിന് എന്ത് ചെയ്യണം? അയച്ചു തരണം. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കടന്നാലോ? അങ്ങനെ ദീക്കിനൊക്കെ പരിശോധിച്ചു അല്ലേ. ആ സമയത്താണ് യദ്ഖുലു ദുബ്ബു ബിലഖലഖിൻ ഫി കുർസിയിൽ മുതഹരിക്ക്. ഒരു ബ്ലോയിങ് കൊണ്ട് എഴുതിയിരിക്കണ കണ്ടോ നിങ്ങൾ, ബ്രാക്കറ്റ് ഇട്ടിട്ട്. യദ്ഖുലു ദുബ്ബു ബിലഖലഖിൻ ഫി കുർസിയിൻ മുതഹരിക്കിൻ. കുർസി മുതഹരിക്ക് മീൻസ് വീൽ ചെയർ കേട്ടോ. അതായത് നമ്മുടെ ദുബ്ബ്, നമ്മുടെ കരടി വീൽ ചെയറിൽ ഒരു ലക്കിനെ ക്രെയിൻ കൊക്കിനെങ്ങനെ കൊണ്ടുവരികയാണ് അല്ലേ. പാവം, കൈ ഒടിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അല്ലേ, അതോ കാലൊടിഞ്ഞിട്ടോ? നോക്കാം നമുക്ക്. അങ്ങനെ ദുബ്ബ് ഇങ്ങനെ വന്നു. ദുബ്ബ് ചോദിച്ചു, അയിന തൊബീബുൽ ഗിലാം. അപ്പോൾ ഗസാല് പറഞ്ഞു, ആസിഫ് ذلك قسم لا يوجد هنا. ദുബ്ബ് ചോദിച്ചു, അയിന തൊബീബുൽ ഇലാം. നമ്മൾ ലക്കിനെ എങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇരുത്തിയിട്ട് നമ്മുടെ ദുബ്ബ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവിടെ ഒസാല് നമ്മുടെ മാൻ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ലൈനായി നിൽക്കാറ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. കണ്ട കൈയും കെട്ടിയൊക്കെ നിൽക്കണുണ്ട്, നിങ്ങൾ പിക്ചർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒസാനോട് ചോദിച്ചു, എവിടെയാണ് എല്ലിൻ്റെ ഡോക്ടർ ഇരിക്കണത്, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ഒസാൽ എന്താ പറഞ്ഞത്? ആസിഫ്, സോറി, ദാലിക കിസ്മുൻ ലാ യൂജദു ഹുന. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ കാണുന്നില്ല. ദാലിക കിസ്മുൻ ലാ യൂജദു ഹുന. അങ്ങനെ എല്ലിൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ദുബ്ബ് എന്ത് ചെയ്തു? നമ്മുടെ ലക്കുമായിട്ട് പോയി ഡോക്ടറെ കണ്ടു. ഇത് ദുബ്ബ് എന്ത് ചെയ്യാണ്? മരുന്ന് മേടിക്കാൻ വരാണ്. അപ്പോൾ പിന്നെ നമ്മൾ നാടകത്തിൽ മസ്രഹിൽ കാണുന്നത് സ്വൈദലിയാണ്. ഫിൽ മസ്രഹി സ്വൈദലിയ മീൻസ് ഫാർമസി കേട്ടോ. യക്കൂമു ദുബു അമാമ ഷുബാക്കി. നമ്മുടെ ദുബ്ബ് എന്ത് ചെയ്തു? മെയിലിൻ്റെ ലൈനിൽ നിന്നു. അതായത് പുരുഷന്മാരുടെ ലൈൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊരു ലൈൻ ഉണ്ടാവും, അതുപോലെ മെയിലിനൊരു ലൈൻ, ഫീമെയിലിനൊരു ലൈൻ. അപ്പോൾ മെയിലിൻ്റെ ലൈനിൽ നിന്നു. എന്തിനായിരിക്കും നിന്നുണ്ടാവുക? നമ്മുടെ ലക്കിന് മരുന്ന് മേടിക്കുക അല്ലേ. ഓക്കെ. അങ്ങനെ നമ്മുടെ സ്വൈദലി മീൻസ് എന്താണ്? ഫാർമസിസ്റ്റ്. സ്വൈദലിയത്ത് ഫാർമസി, സ്വൈദലി ഫാർമസിസ്റ്റ് കേട്ടോ, തെറ്റരുത് കേട്ടോ. അങ്ങനെ ഫാർമസിസ്റ്റ് നമ്പർ വിളിച്ചു. റഖമുൻ ഹംസത്തും വൈഷുറൂൻ ലക്ക്. അങ്ങനെ ലക്കിൻ്റെ നമ്പർ വിളിച്ചു. റഖമ് അതായത് 25ാമത്തെ നമ്പർ ലക്കിൻ്റെതാണ്. അപ്പോൾ ദുബ്ബ് ചോദിച്ചു, ഹനദ, ഞാനിവിടെ ഉണ്ട്. ഹനദ, ഐ എം ഹിയർ, അത്ര തന്നെ കേട്ടോ.
അങ്ങനെ 25ാമത്തെ നമ്പർ ലക്കിലക്കെന്ന് വിളിച്ചു. അപ്പോൾ സ്വൈദലി പറഞ്ഞു തഫല്ലൽ അദ്ദവ, ഇതാ നിങ്ങളുടെ മരുന്ന് എന്നാ. അപ്പോൾ ദുബു ചോദിച്ചു കൈഫ തനാവലു, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? കൈഫ തനാവലു, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? അപ്പോൾ സ്വൈദലി പറഞ്ഞു അൽ അഖറാലു സലാസ മറാത്ത്, ഈ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഗുളികകൾ സലാസ മറാത്ത് 3 ടൈം, അതായത് 1 വീതം 3 നേരം കഴിക്കുക. ഗുളിക എന്ത് ചെയ്യുക? 1 വീതം 3 നേരം കഴിക്കുക. അക്രാല മീൻസ് ക്യാപ്സ്യൂള്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദുബു ചോദിച്ചു വഷറാബ്, അപ്പോൾ സിറപ്പോ? അപ്പോൾ സ്വൈദലി പറഞ്ഞു മറത്തൈനി യൗമിയൻ, ഒരു ദിവസം 2 പ്രാവശ്യം കഴിക്കുക, ഒരു ദിവസം 2 നേരം കഴിക്കുക. അപ്പോൾ ദുബു ചോദിച്ചു കൈഫ ഇസ്തിഖ്ദാമുൽ മർഹം, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓയിൽമെൻറ്റ് യൂസ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ഓയിൽമെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? 1 നേരമാണോ 2 നേരമാണോ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ സ്വൈദലി പറഞ്ഞു കമാഹുവ മക്തൂബുൻ അലൽ ഒൽബത്സ്, അതെന്ത് ചെയ്യുക? ആ ബോക്സുമ്മൽ എഴുതിയ പോലെ ചെയ്യുക. കമാഹുവ മക്തൂബുൻ, എഴുതിയ പോലെ ചെയ്യുക. അലൽ ഒൽബത്ത്, അതിൻ്റെ ബോക്സുമ്മൽ എന്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ എന്ത് ചെയ്യുക. അപ്പോൾ ദബു പറഞ്ഞു ശുക്രാൻ, താങ്ക് യു അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, താഴെ ഒരു ബോക്സ് കാണാം നിങ്ങൾക്ക്. ക്വസ്റ്റ്യന് മൽ അദിവിയത്തുല്ലത്തി വസഫ തൊബീബു ലി ലക്ക്, ഈ ലക്കിന് ഡോക്ടർ എന്തൊക്കെ മരുന്നുകളാണ് നൽകിയത്? ഈ മരുന്നുകൾ എന്തൊക്കെ മരുന്നുകളാണ് നൽകിയെന്ന് ഈ കോൺവെർസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോൺവെർസേഷൻ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതൊക്കെ എഴുതണം. എന്തൊക്കെയാണ് കൊടുത്തത്, എന്തൊക്കെയാണ് കൊടുത്തതെന്ന് മക്കൾ എന്ത് ചെയ്യണം? ഇത് നോക്കിയിട്ട് അതവിടെ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അസുഖങ്ങളുടെ പേര് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ മരുന്നിന് മെഡിസിൻ എന്താ അറബിയിൽ പറയുക, അതുപോലെ ഓയിൽമെൻറ്റ് എന്താ അറബിയിൽ പറയുക, ക്യാപ്സ്യൂളിന് എന്താ പറയുക, സിറപ്പിന് എന്താ പറയുക, അങ്ങനെ കാര്യങ്ങൾ അല്ലേ. അക്രാല്, ക്യാപ്സ്യൂൾസ്, ഷറാബ്, സിറപ്പ്, മർഹം, ഓയിൽമെൻറ്റ്. സ്വൈദലി മീൻസ് ഫാർമസിസ്റ്റ്, സ്വൈദലിയത്ത് ഫാർമസി. ഓക്കെ, കുർസി മുത്തഹരിക്ക വീൽ ചെയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കാത്ത കുറച്ച് ന്യൂ വേർഡ്സ് നമ്മളതിൽ ഈ ലെസണിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഈ ആക്ടിവിറ്റി മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഫസ്റ്റ് ഒരു മുസ്തഷ്ഫ എന്ന് കൊടുത്തിന് കണ്ട നിങ്ങൾ, നുറാജിയുനസ വനു കമ്മിലു അൽ വസ്ലാത്ത്, അതായത് മുസ്തഷ്ഫ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പേരുകൾ, നെയിമുകൾ എഴുതാനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മിസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ മദ്രസത്തിന് സ്കൂളിൽ നിന്ന് കൊടുത്തു. ഇപ്പോൾ ഈ സ്കൂളിൽ നിന്ന് കൊടുത്താൽ നമ്മൾ സ്കൂൾ ബേസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതും? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ക്ലാസ്, പ്ലേ ഗ്രൗണ്ട് അല്ലേ, ഗാർഡൻ, ഇങ്ങനെയൊക്കെ നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം. അതുപോലെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓരോന്നും നമ്മൾ എടുത്ത് എഴുതണം. ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യണം? മിസ്സിന് അയച്ചു തരണം. നിങ്ങൾ അയച്ചു തന്നതിന് ശേഷം മിസ് എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് നോട്ട് തരുള്ളൂ കേട്ടോ. ഈ ആക്ടിവിറ്റി നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കൂ. എത്ര പേർക്ക് ലെസൺ വായിച്ചിട്ട് തനിയെ ചെയ്യാൻ പറ്റുമെന്ന് മിസ് നോക്കട്ടെ. ഈ വീഡിയോ വന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മിസ്സ് നോട്ട് തരുന്നത്. അപ്പോൾ ഒരു ദിവസം മിസ് നോക്കും. അപ്പോൾ ആരൊക്കെയാണ് മിസ്സിന് അയച്ചു തരുന്നത് നോക്കട്ടെ. അപ്പോൾ ആരൊക്കെ ലെസൺ വായിച്ചതെന്ന് മിസ്സിന് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ നെക്സ്റ്റ് കൊടുത്തേക്കണത് നുറാജിഉൻ നസ വനക്തഷിഫു മിൻഹു ദാഉൻ വ ദവാ. അതായത് ഇതിൽ നമ്മൾ ദാ മീൻസ് എന്താണ്? അസുഖം ട്ടാ. ദവാ എന്താണ്? മെഡിസിൻ, മരുന്ന്. ദവാ. ഓക്കെ, അപ്പം ദ എന്ന് വെച്ചാൽ അസുഖം, സിക്ക്, എന്തസുഖമാവാം. ദവ എന്ന് വെച്ചാൽ മെഡിസിൻ, മരുന്ന്. അപ്പോൾ
മിസ് മുസ്തഷ്ഫയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ലെസണിൽ ഏതൊക്കെ ഇതിനെ കുറിച്ചിട്ടാണ്, ഏതൊക്കെ അസുഖങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതെഴുതാം. അതുപോലെ തന്നെ ഏതൊക്കെ മരുന്നുണ്ട്, ഏതൊക്കെ മരുന്നുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതും മക്കൾ എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, ഇതും എഴുതിയിട്ട് എന്ത് ചെയ്യണം, മിസ്സിന് അയച്ചു തരണം. ഇനി അടുത്തത് നുറാജിഉ നസ വനക്തഷിഫു മിൻഹു അശ്ശഖ്സിയാത്ത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ഈ ഡ്രാമ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരു കാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മളൊരു ഡ്രാമ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഡ്രാമയിൽ അഭിനയിച്ച എനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും പേരെഴുതാനാണ്. ഈ ഡ്രാമയിൽ അഭിനയിച്ച ഏതൊക്കെ ക്യാരക്ടേഴ്സാണ്, ആരൊക്കെയാണ് ഈ ഡ്രാമയിൽ ഉണ്ടായിരുന്നത്, അവരുടെ പേരുകൾ എഴുതാനാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നക്തഷിഫു മിനൻ നസ്വിൽ മർലാമിൽ ഹയവാനാത്തി വത്വയോർ. അതുപോലെ ഈ ഡ്രാമയിൽ അസുഖമായിട്ട് വന്ന ബേർഡ്സും ഉണ്ട്, എനിമൽസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ബേർഡ്സിൻ്റെയും ആ എനിമൽസിൻ്റെയും പേര് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പേജിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഈ ഡ്രാമയിൽ അഭിനയിച്ച ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അവരുടെ പേര് എഴുതുക. അത് എനിമൽസും ഉണ്ട്, അതിൽ ബേർഡ്സും വന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇതിൽ അസുഖമായിട്ട് വന്ന ബേർഡ്സും എനിമൽസും ഉണ്ടല്ലോ, അവരുടെ പേരെഴുതാൻ. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റിയും മിസ് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ തരില്ല. കാരണം നിങ്ങൾ ലെസൺ വായിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഈ വീഡിയോ വന്നന്ന് മിസ് നോട്ട് തരില്ല. ആരൊക്കെ മിസ്സിന് ലെസൺ വായിച്ചിട്ട് ഇത് അയച്ചൊരു മിസ് നോക്കട്ടെ, എന്നിട്ട് മിസ് നോട്ട് തരുന്നുള്ളൂ. അപ്പോൾ ലെസൺ വായിച്ചിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ആരും ഇഗ്നോർ ചെയ്ത് പോവരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിന് ആൻസർ എന്ത് ചെയ്യണം, മിസ്സിന് അയച്ചു തരണം. ഓക്കെ, അതിട്ടതിന് ശേഷം നിങ്ങൾ അയച്ചു തന്നിട്ടേ മിസ്സിന് നോട്ട് അയച്ചു തരുന്നുള്ളൂ. അപ്പോൾ എത്ര പേര് ശരിയായിട്ട് വായിക്കുന്നുണ്ട്, എത്ര പേര് ലെസൺ റീഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ലെസൺ വായിക്കാം. ഇന്നത്തെ ലെസണിൽ മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് വന്ന 2 വീഡിയോസും കൂടിയിട്ടാണ്, അതിലും കൂടിയിട്ടുണ്ടാവും ആൻസേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരിക. നോക്കട്ടെ ആർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എപ്പോഴും മിസ്സല്ല ആൻസർ എനിക്ക് തരാറ്, ഒരു പ്രാവശ്യം മിസ് നിങ്ങൾ ആൻസർ ചെയ്തായോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന വർക്കുകളാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോട്ട് മിസ് അന്ന് തന്നെ തരില്ല. ആരൊക്കെയാണ് മിസ്സിന് ആൻസർ തരുന്നത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മിസ് തരും. ഇപ്പോഴല്ല, നിങ്ങൾ ആദ്യം അയച്ചായ മിസ്സിന്. എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ.